നിരയിൽ ഏറ്റവും ടാലന്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വയാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ലെറ്റ്സ് വെൽക്കം ഗ്രേസ് ആന്റണി ഓൺ സ്റ്റേജ്. ഗ്രേസ് എനിക്കൊന്നും നേരത്തെ പറഞ്ഞിരുന്നു സൈക്കോ ഒന്നും പറയരുതെന്ന്, എങ്കിലും അതുപോലത്തെ ക്യാരക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ച് അത്യാവശ്യം നല്ലൊരു പരിചയം തോന്നുന്നു അല്ലെ? നമ്മുടെ ആസ്ഥാന സൈക്കോ ആയ ഷമ്മിയിൽ നിന്ന് തുടങ്ങി അല്ലെ? എന്താണ് ഈ ക്യാരക്ടറിനെ കുറിച്ച്? എന്തോ സൈക്കോ കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ അതിലേക്ക് കൊണ്ടിടുന്നത് ഒരു ശീലമായി തോന്നുന്നു. ഇപ്പോൾ ഇല്ല, അങ്ങനെയല്ല. സുരേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇതിനെ അങ്ങനെ നമുക്ക് സൈക്കോ എന്ന് വിളിക്കാൻ പറ്റില്ല. അത് അയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ്. എല്ലാവരുടെയും അതെ, പക്ഷെ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഷമ്മിയെ കാണുന്ന പോലെയൊന്നുമല്ല. സുരേട്ടൻ്റെ കൂടെ ഞാനിത് രണ്ടാമത്തെ പടമാണ്. നാഗേന്ദ്രൻസിലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത്. ലിസ്നേട്ടൻ്റെ കൂടെ ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ എന്തോ പോലെ. അതെ, നമ്മളിങ്ങനെ വന്ന് ഈ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്നതിൽ ഈ വൃത്തികേട് കാണുമ്പോൾ നമ്മുടെ വൃത്തികേട് ഒന്നുമല്ല. ഇത് ലിസിന്റെ ഐഡിയ ആയിപ്പോയി. ഒന്നും പറയാൻ പറ്റില്ല. പ്രൊഡ്യൂസർ ഞാൻ വാങ്ങിയായിരുന്നു, ചോദിച്ചു മേടിച്ചായിരുന്നു. അതെ, എനിക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ കണക്കൊന്നും തീർത്തില്ലല്ലോ. കഴിയട്ടെ സുരേട്ടാ. അതാ ഞാൻ പ്രൊഡ്യൂസറിന്റെ ഐഡിയ ആയിപ്പോയി. ഒന്നും പറയാൻ പറ്റില്ല. ഇടണമെന്ന് പറഞ്ഞാൽ വോട്ട് ഇടണം, അത്രേ ഉള്ളൂ. ഗ്രേസ് നല്ല എക്സ്ട്രാ ഡീസന്റ് ആയിട്ടല്ലേ? ആണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിവേ, അമീർക്കയാണ് എന്നെ പടത്തിലേക്ക് വിളിക്കുന്നത്. ഞാൻ അമീർക്കയുടെ കൂടെ ഹലാൽ ലവ് സ്റ്റോറി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു അമീർക്ക. ഇതിന്റെ റൈറ്റർ ആസിഫ് കെയും അതിലുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു ഗ്രോത്ത് അതിന്റെ കൂടെ വീണ്ടും ഭാഗമാകാൻ പറ്റിയത് ആക്ച്വലി. ക്യാരക്ടർ ഞാൻ സുരാജേട്ടന്റെ സിസ്റ്ററായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ഭാര്യയിൽ നിന്നും സിസ്റ്ററിലേക്കാണ് ഇപ്പോൾ. നാഗേന്ദ്രനിലെ വൈഫായിരുന്നല്ലോ, ഇപ്പൊ സിസ്റ്റർ ആയിട്ടാണ് ഇതിൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. താങ്ക് യു വെരി മച്ച് ഗ്രേസ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മുടെ എക്സ്ട്രാ ഡീസന്റ് ടീം മെമ്പേഴ്സിനോട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കേണ്ടാവും. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് ട്രെയിലർ കണ്ടാലോ അല്ലെ? എക്സ്ട്രാ ഡീസന്റിന്റെ ട്രെയിലർ ഇതാ സ്ക്രീനിൽ. സന്തോഷ വാർത്ത